Okay, we just discuss about semiconductor diode. Okay, semiconductor diode or simply നമ്മൾ ഡയോഡ് എന്നാണ് പറയാറുള്ളൂ. സെമികണ്ടക്ടർ ശരിക്കും സെമികണ്ടക്ടർ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമികണ്ടക്ടർ പി ടൈപ്പ് മെറ്റീരിയലും സെമികണ്ടക്ടർ എൻ ടൈപ്പ് മെറ്റീരിയലും സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് ജോയിൻ ടുഗദർ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിലാണ് നമുക്കൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ ആകുമ്പോൾ ഇനീഷ്യലി ഒരു ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായി ഇലക്ട്രോൺ ഹോൾ പെയർ നിയർ ദ ജംഗ്ഷൻസ് റീകമ്പൈൻ ചെയ്ത് നമുക്ക് നിയർ ദ ജംഗ്ഷനിൽ ഒൺലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ചാർജ് ക്യാരിയേഴ്സ് ഒന്നും നിയർ ദ ജംഗ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചാർജ് ഡിപ്ലീറ്റഡ് ആയിട്ട് ഒരു ഡിപ്ലീഷൻ ഏരിയ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ ഏരിയ മൂലം ഈ ഇലക്ട്രോൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്മൊബൈൽ അയൺസ് മൂലം നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ ബരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. ആ ബരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമാണ് ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി റിവേഴ്സ് ബയാസിലാണെങ്കിൽ, അത് ഫോർവേഡ് ബയാസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമുക്ക് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എൻ ടൈപ്പ് മെറ്റീരിയലിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയും പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ ടെർമിനലിൽ നമ്മൾ നെഗറ്റീവ് സെൽ ഓഫ് ദ ബാറ്ററിയും കൊടുക്കുന്ന കാരണം ചാർജസ് എല്ലാം അട്രാക്റ്റഡ് ആയിട്ട് ടെർമിനലിലേക്ക് വരികയും ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുകയും, അതായത് ചാർജ് ഇല്ലാത്ത ഏരിയയുടെ വിഡ്ത്ത് കൂടുകയും ചെയ്യും. ചാർജെല്ലാം സൈഡിലേക്ക്, രണ്ട് പി എൻ ജംഗ്ഷൻ്റെ രണ്ട് സൈഡ് വാളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഓൺലി മൈനോറിറ്റി കാരിയേഴ്സ് മൂലം മാത്രമാണ് ചാർജ് ഫ്ലോ ചെയ്യുകയുള്ളൂ. മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള കാരിയേഴ്സാണ്. അത് ടെമ്പറേച്ചർ കൂടുമ്പം മാത്രം ഉണ്ടാവുന്ന കറണ്ടാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള കാരിയർ അല്ലെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഗെറ്റ് ഡബിൾഡ് അറ്റ് എവറി 10 ഡിഗ്രി റൈസിങ് ഓഫ് ടെമ്പറേച്ചർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഏത് 10 ഡിഗ്രി ടെമ്പറേച്ചറിലും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. അപ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി only depending upon the temperature. It's independent of the applied voltage. അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടിയെന്നോർത്ത് കൂടുകയില്ല. ബട്ട് ഫോർവേഡ് കറണ്ട് അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിലെ കറണ്ട് ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത്രയും കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സോടെ ഞാൻ വരച്ചായിരുന്നു. സോ അതുകൂടി പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിൻ്റെ അപ്രോക്സിമേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. വി ഐ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പല ടൈപ്പ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കാറുണ്ട്. സോ നമുക്കറിയാം വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡയോഡിലൂടെയുള്ള കറണ്ട് ഐ ഡി ഈസ് ഈക്വൽ ടു I0 e raised to v by eta vt minus 1. ഇത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. സോ നിങ്ങൾക്ക് പ്രോബ്ലംസൊക്കെ ഇത് വെച്ചിട്ട് ധാരാളം ചോദിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഡയോഡ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഐ ഡി ഈസ് ഈക്വൽ ടു I0, വേറെ I0 ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, വി ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദി അപ്ലൈഡ് അക്രോസ് ദി ഡയോഡ്, ഈറ്റ ഈസ് ദ ഐഡിയാലിറ്റി ഫാക്ടർ, ഇസ് ദ കോൺസ്റ്റൻറ്റ്, and it is 1 for germanium and 2 for silicon, and Vt is the thermal voltage at a room temperature. This Vt will be approximately 26 millivolt. Okay, so റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൽ ഈ ഫാക്ടർ എന്ന് പറയുന്നത്, റിവേഴ്സ് ബയാസിൽ ഈ ഫാക്ടർ എന്ന് പറയുന്നത് ഏകദേശം 0 ആവും. അതുകൊണ്ടാണ് ഐ ഡി ഈസ് ഈക്വൽ ടു വി വിൽ ഗെറ്റ് -I0 എന്ന് പറയും. -I0 ഈ മൈനസ് സൈൻ വന്നത് റിവേഴ്സ് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ -I0 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ ഇനി ഡയോഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെയൊരു ഗ്രാഫായിരിക്കും കിട്ടുക. സോ ദിസ് വോൾട്ടേജ് ഈസ് ദ കട്ട് ഇൻ വോൾട്ടേജ് വി സി. ഐ ജസ്റ്റ് റെപ്രസെൻറ്റ് ദിസ് വോൾട്ടേജ് ആസ് വി സി, and this voltage plus voltage, and this is minus voltage. ഈ മൈനസ് വോൾട്ടേജ് എന്ന് കാണിച്ച് റിവേഴ്സ് ബയാസാണ്, ഡയോഡ് റിവേഴ്സ് ബയാസ് ആണെന്നുള്ള കണ്ടീഷനാണ്. ദിസ് ഈസ് പ്ലസ് ഐ ആൻഡ് ദിസ് ഈസ് മൈനസ് ഐ, ആൻഡ് ദിസ് കറണ്ട് ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് -I0. ഓക്കെ, സോ ഇൻ ഫോർവേഡ് ബയാസിൽ
നമുക്ക് കിട്ടുക I0 e raised to v by eta vt എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. കാരണം ഈ ഫാക്ടർ ഈ v by eta vt എന്ന് പറഞ്ഞ ഫാക്ടർ ഫോർവേഡ് ബയാസിൽ e raised to v by eta vt is very much larger than 1 in forward ബയാസിൻ്റെ കേസിൽ ഈ വാല്യൂ വളരെ കൂടുതലായിരിക്കും. സോ വി ക്യാൻ നെഗ്ലക്ട് ദിസ് 1, ഈ 1 നെഗ്ലക്റ്റ് ചെയ്യാം ഫോർവേഡ് ബയാസ്. റിവേഴ്സ് ബയാസിൽ -I0 മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഈ വാല്യൂ is very less than. Here in this quadrant e raised to v by eta vt is very much lesser than 1. It's approximately 0. Okay, in this quadrant. So കാരണം എന്താണ് ഇവിടെ ഈറ്റ വി ടി വേറെ ഈ കൺസിഡർ ഈറ്റ ഈ ഐഡിയാലിറ്റി ഫാക്ടർ ഒരു 1 ആണെന്ന് വിചാരിക്കുക. വി ടി എന്ന് പറയുന്ന തെർമൽ വോൾട്ടേജ് 26 മില്ലി വോൾട്ടാണ്. നമ്മൾ സാധാരണ വോൾട്ടേജ് ഡയോഡിൽ അക്രോസ് ആയിട്ടൊക്കെ നമ്മൾ വോൾട്ടേജ് കൊടുക്കാറുള്ളത് നമ്മൾ 0.1 വോൾട്ട് 0.2 വോൾട്ട് 0.3 വോൾട്ട് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഒരു സെമി കണ്ടക്ടർ ഡയോഡ് കൊടുക്കുക. 0.1 വോൾട്ട് എന്ന് പറയുന്നത് 100 മില്ലി വോൾട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുക 100/26 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ റേസ് ടു 100/26 എന്ന് പറയുന്നത് വളരെ 1-നേക്കാളും വലിയൊരു വാല്യൂ ആണ്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഈ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ റേസ് ടു ആ ഫാക്ടർ വളരെ വലുതാവും. സോ 1-നേക്കാളും വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ ക്വാഡ്രൻറ്റിൽ നമ്മൾ 1 കൺസിഡർ ചെയ്യാത്തത്. ബട്ട് ടോട്ടൽ ഡയോഡിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ID I0 e raised to v by eta vt -1. ഇനി നമ്മൾ ഡയോഡ് കുറേ അപ്രോക്സിമേഷൻസ് നടത്തും. നിങ്ങൾ പ്രോബ്ലത്തിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഡയോഡ് അപ്രോക്സിമേഷൻസ് ഉണ്ട്. ഡയോഡ് അപ്രോക്സിമേഷൻ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഉണ്ട്, സെക്കൻഡ് അപ്രോക്സിമേഷൻ ഉണ്ട്, തേർഡ് അപ്രോക്സിമേഷൻ ഉണ്ട്. ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ഐഡിയലോ ആയിട്ട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ ഡയോഡ് ആക്ട് ആസ് എ സ്വിച്ചായിട്ട് വെറും ഒരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈവൻ ഡിജിറ്റൽ സർക്യൂട്ടൊക്കെ റിയലൈസ് ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഡയോഡ് ഈവൻ ഫോർവേഡ് ബയാസ് ആകുമ്പോൾ തന്നെ ഡയോഡ് ആക്ട് ആസ് എ സ്വിച്ച്, അതായത് ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ഡയോഡ് റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. ഈ VC എന്ന് പറയുന്നത് സിലിക്കൺ ആണെങ്കിൽ VC ഫോർ സിലിക്കൺ ആണെങ്കിൽ ഇത് 0.7 വോൾട്ടേജ് ആണ്. ഫോർ ജെർമേനിയം ആണെങ്കിൽ VC ഫോർ ജെർമേനിയം ഈസ് 0.3 ഓർ 0.4 വോൾട്ടേജ്. ആ ഒരു ലെവലിലായിരിക്കും ജെർമേനിയം ആണെങ്കിൽ. അപ്പം നമ്മൾ സാധാരണ ഇത് ഞാൻ പറഞ്ഞു റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെക്ടിഫിക്കേഷൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ വോൾട്ടേജ് ലെവലൊക്കെ കൊടുക്കുക. ഇപ്പം ഒരു സൈനസോയിഡൽ സിഗ്നലിനെ നമ്മൾ ഒരു ഡയറക്ഷനിൽ യൂണി ഡയറക്ഷനിൽ കറണ്ടിനെ മാത്രം കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഡയോഡൊക്കെ നമ്മൾ ഉപയോഗിക്കുക. റെക്ടിഫിക്കേഷൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ടിൻ്റെ ഫ്ലോ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ടിൻ്റെ ആവശ്യമുള്ളൂ എങ്കിൽ നമ്മൾ ഫോർവേഡ് ബയാസിൽ മാത്രം കറണ്ട് ഫ്ലോ ചെയ്താൽ മതി. റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ചെയ്യേണ്ട. ഫോർവേഡ് ബയാസിൽ കറണ്ട് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം നമ്മളൊരു സൈനസോയിഡൽ സിഗ്നലൊക്കെ കൊടുക്കുമ്പോൾ ഒരു 5 വോൾട്ടേജോ 10 വോൾട്ടേജോ പീക്ക് ടു പീക്ക് വോൾട്ടേജുള്ള സിഗ്നൽസൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് വളരെ ഈ കട്ടിൻ വോൾട്ടേജിനേക്കാളും വളരെ കൂടുതലുള്ളൊരു വോൾട്ടേജാണ്. അപ്പം ഈവൻ പോസിറ്റീവ് സൈക്കിളിൽ ഡയോഡ് ഫുള്ളി കണ്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. നെഗറ്റീവ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യില്ല. നെഗറ്റീവ് ബയാസിലൊരു കണ്ടക്ഷൻ ഉണ്ടാവും, പ്രൊവൈഡഡ് ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ദാറ്റ് വിൽ ബി വെരി സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട്. അതപ്പം നെഗ്ലക്റ്റ് ചെയ്യാം. ഈവൻ ഇൻ ഫ്യൂ നാനോ ആംബിയറിലോ മൈക്രോ ആംബിയറിലൊക്കെ ഉള്ള കറണ്ടേ ഉള്ളൂ, വളരെ കുറച്ച് കറണ്ടേ ഉള്ളൂ. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ചായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും വരിക? സോ ദിസ് VI ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് പ്ലസ് V, this is minus V, reverse bias, plus I, minus I. Okay, use another pen. Even in a small forward bias, it will be act as a switch. That means it will be start to conduct. And in reverse bias, it will not conduct. So it will be like this.
ദിസ് ഈസ് ഒരു സ്വിച്ചിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ഫ്ലോ. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് പോലും ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താവും, നമുക്ക് ഇത് ഇവിടെ ഒരു സ്ലോപ്പായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ക്ലിയർ. ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ സ്ലോപ്പ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഗ്രാഫ്, അത് നമുക്ക് അടുത്ത ഇതിനകത്ത് നമുക്ക് കാണാം. എങ്ങനെയാണ് ഗ്രാഫ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, നമുക്കറിയാം ഇപ്പം റെസിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ ദ സ്ലോപ്പ് വിൽ ബി ലൈക്ക് ദിസ്. സ്ലോപ്പ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ വീനാണ്, കാരണം ആറിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ. ആറിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിലോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദ സ്ലോപ്പ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ ദിസ് ഇസ് ദ സ്വിച്ച് ആപ്റ്റ്. ജസ്റ്റ് ഒരു സ്വിച്ച് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടൊക്കെ റിയലൈസ് ചെയ്തപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, ഡയോഡിൻ്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് after a cut in voltage only the diode will conduct. So cut in voltage വരെ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജ് ദ ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഓക്കെ, റിവേഴ്സ് ബയാസിൽ ഇത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ദ കട്ട് ഇൻ വോൾട്ടേജ്. കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം ഇപ്പം 0.7 വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 0.7 വോൾട്ടേജിന് ശേഷം മാത്രം ഇത് കണ്ടക്ട് ചെയ്യും. സോ ഇറ്റ്സ് സിംബോളിക്കായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ there will be a switch. The switch will be work only after the cut in voltage. So ഒരു കട്ട് ഇൻ വോൾട്ടേജ് ഒരു ബാറ്ററി വയ്ക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ കട്ട് ഇൻ വോൾട്ടേജ് വരെ ഇത് ഓൾമോസ്റ്റ് റിവേഴ്സ് ബയാസ് ആണെന്നാണ് ഇത് വയ്ക്കുന്നത്. ഈ സർക്യൂട്ട് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് വരെ ഇത് കണ്ടക്ട് ചെയ്യില്ല. ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജ് ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഓക്കെ, അപ്പം ആ ഒരു ഇതാണ് സെക്കൻഡ് അപ്രോക്സിമേഷനിൽ നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം ഒരു ഡയോഡിൻ്റെ ആക്ച്വലായിട്ടുള്ള ഒരു VI കർവ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കർവ് വരുന്നത് അല്ലേ, ഇങ്ങനെ ഒരു കർവാണ് വരുന്നത്. ഇവിടെ ജസ്റ്റ് റിവേഴ്സ് ബയാസിൽ ഏത് അപ്രോക്സിമേഷനിലും റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന്, കാരണം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് അപ്രോക്സിമേഷൻ നോക്കാം. തേർഡ് അപ്രോക്സിമേഷൻ ഓക്കെ, ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജ് വരെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജ് ദ കറണ്ട് വിൽ ബി ഇൻക്രീസ് and there will be a slope. Okay, here we can see there is a small slope is there. So cut in വോൾട്ടേജിന് ശേഷം കറണ്ട് ഫ്ലോ ചെയ്യും, പക്ഷേ ഷാർപ്പായിട്ടല്ല ഇൻക്രീസ് ചെയ്യുന്നത്. there will be a resistance. ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു സ്മോൾ റെസിസ്റ്റൻസോടെ ഉണ്ടാവും. റിവേഴ്സ് ബയാസിൽ 0 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാലോ നമുക്കൊരു സ്വിച്ച് ഉണ്ടാവും. സ്വിച്ച് കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം മാത്രമാണ് സ്വിച്ച് വർക്ക് ചെയ്യുക. ബട്ട് ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം there will be a small resistance. So this is the equivalent circuit. That's equivalent circuit for the third approximation, and this is the equivalent circuit for second approximation, and just a switch for first approximation. Okay, hope this one is clear. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഫസ്റ്റ്, എന്താണ് സെക്കൻഡ്, എന്താണ് തേർഡ് അപ്രോക്സിമേഷൻ. ഓക്കെ, ഇനി നമുക്ക് 1-2 പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ച പ്രോബ്ലംസാണ്, ജാമിനൊക്കെ ചോദിച്ച പ്രോബ്ലംസാണ്. കാൽക്കുലേറ്റ് കറൻറ്റ് ത്രൂ 1K resistor. സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. ഒരു റെസിസ്റ്റർ, ഒരു ഡയോഡ് മാത്രമേ ഉള്ളൂ.
is the diode, and consider this is the current I, and where there is an equation ID is equal to VD minus 0.7 divided by 500, where V is greater than or equal to 0.7 or equal to 0 when V is less than 0.7. This is the condition given. Okay, you have to find out the current through 1K resistor. Current through 1K resistor എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയോഡിലൂടെ പോകുന്നത് തന്നെ കറണ്ടാണ്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ സീ ദാറ്റ് ദ കറണ്ട് ത്രൂ 1K, വേറെ കറണ്ടിന് പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. സോ ദിസ് ഈസ് ദ ഡയോഡ്, കറണ്ട് ത്രൂ ദ ഡയോഡ്. കറണ്ട് ത്രൂ ദ ഡയോഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആയല്ലോ? ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡയോഡിലൂടെ കറണ്ടിന് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വെൻ ഐ ഡി ഈസ് ഈക്വൽ ടു വി ഡി മൈനസ് 0.7 ഡിവൈഡഡ് ബൈ 500 ആണ്. വെൻ വി ഈസ് ഗ്രേറ്റർ ദാൻ 0.7. വി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 ആയി കഴിയുമ്പോൾ, വി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 ആയി കഴിയുമ്പോൾ ഐ ഡി തന്നിട്ടുണ്ട് വി ഡി മൈനസ് 0.7 ഡിവൈഡഡ് ബൈ 500, ആൻഡ് വി ഈസ് ലെസ് ദാൻ 0.7 ആയി കഴിയുമ്പോൾ 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ വി എത്രയാണ്? വി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 ആണ്. നമ്മൾ 10 വോൾട്ടേജ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇൻപുട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് 10 വോൾട്ടേജ് ആണ്. സോ ഡെഫിനറ്റ്ലി വി ഈസ് ഗ്രേറ്റർ ദാൻ 0.7. സോ യു ക്യാൻ അപ്ലൈ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിവിടെ KVL അപ്ലൈ ചെയ്യാം. ക്രിച്ച് ഓഫ് വോൾട്ടേജ് ലോ. വാട്ട് ഈസ് ക്രിച്ച് ഓഫ് വോൾട്ടേജ് ലോ? നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന മൊത്തം പൊട്ടൻഷ്യലിൻ്റെ ആകെ തുകയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഒരു 10 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, ഈ റെസിസ്റ്ററിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, ഈ ഡയോഡിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഈ ഡയോഡിലുണ്ടാകുന്ന ഡ്രോപ്പിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പിൻ്റെയും റെസിസ്റ്ററിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിൻ്റെയും ആകെ തുകയാണ്, അതിൻ്റെ സമ്മാണ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. കാരണം ഈ പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട് ഇവിടെ 2 സർക്യൂട്ടേ ഉള്ളൂ. സോ ഇഫ് യു അപ്ലൈ KVL, then 10 voltage is equal to ID into 1K. That is the drop in this resistor into this current plus VD. Isn't it? This is equation 1. And we know that the equation for ID equation നമുക്കറിയാം. What is ID equation? VD minus 0.7 divided by 500 into 1K. 1K is nothing but 1000 plus VD. So we can say like that. So you will get 2 VD minus 1.4 plus VD is equal to 10. Okay. So you will get VD is equal to 3.8 volt. What you have to find? The current through 1K. Current through 1K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ്. സോ വി നോ ദാറ്റ് ഇക്വേഷൻ. കറണ്ട് ത്രൂ 1K equal to current through the diode. So what is the current through the diode? ID is equal to VD minus 0.7 divided by 500, where VD is equal to 3.8. So 3.8 minus 0.7, that is 3.1 divided by 500 is equal to 6.2 milliampere. Okay, clear? മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന്? ക്ലിയർ ആണോ? Okay, so I will give another problem. ഒരു പ്രോബ്ലം കൂടി തരാം, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. The IV relation
of diode is given as ID is equal to VD square plus 2VD, where VD is greater than 0, equal to 0 when VD is less than 0. Then find VD. Okay, this is the problem, and can draw the circuit. It's very similar circuit. One no. Voltage, and this is voltage across the diode. Voltage across the diode. Okay, and this is nothing but this is the current through the diode. You have to find out the voltage across the diode. Voltage across the diode കണ്ടുപിടിക്കണം. സിമിലർ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ, ഒരു സാധാരണ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഡയോഡ് യൂണി ഡയറക്ഷണൽ കറണ്ട് മാത്രമാണ് കടത്തി വിടുകയുള്ളൂ. സോ സാധാരണ ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ റെക്ടിഫയർ ഡയോഡ് എന്നാണ് വിളിക്കാറ്. സോ വാട്ട് ഈസ് ദ റെക്ടിഫിക്കേഷൻ പർപ്പസ്? റെക്ടിഫയർ. സോ റെക്ടിഫയർ, ടു ടൈപ്പ് റെക്ടിഫയർ ഉണ്ട്. വൺ ഈസ് ഹാഫ് wave rectifier and another is full wave rectifier. What is half wave rectification? Half wave rectification എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if I have നിങ്ങൾ ഇതിൻ്റെയൊക്കെ സർക്യൂട്ട് ലാബിൽ ചെയ്തുണ്ട്. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്താണ്, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്താണെന്ന്. ഓക്കെ, ഇഫ് ഐ ഹാവ് എ ട്രാൻസ്ഫോമർ ലൈക്ക് ദിസ്, കൺസിഡർ this is a transformer, and if I have a 230 volt main supply, main AC supply, നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ വരുന്ന സപ്ലൈ വോൾട്ടേജ്, അതിനെ ജസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജിലേക്ക് വരും. ഇപ്പം നമുക്ക് ഇപ്പം സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ട്രാൻസ്ഫോമർ ചെയ്ത് ഇപ്പം 230 വോൾട്ടേജാണ്, ഇത് 5 വോൾട്ടേജ് ആക്കി മാറ്റും. ഇപ്പോൾ 5 വോൾട്ടേജിൻ്റെ നമുക്ക് DC ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പം ഇതെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോ ബോർഡുകളിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഈ ട്രാൻസ്ഫോമറെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താ, നമുക്ക് വേണ്ട റിക്വയർഡ് വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്തെടുക്കും. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഡയോഡിലൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു റെസിസ്റ്ററിലൂടെ കൊടുക്കും. ആ റെസിസ്റ്റർ എന്ന് പറയുന്നത് അതിന് ക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യും. ഓക്കെ, ഈസി. അപ്പം ഈ ഡയോഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന ഒരു 5 വോൾട്ടേജ് പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം. അപ്പം AC-യിൽ ഒരു 230 വോൾട്ടേജ് വലിയൊരു വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അതിന് ശേഷം ഇതിൽ വരുന്നത് നമുക്കിങ്ങനെ ഒരു വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാവും, നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും. പോസിറ്റീവ് സൈക്കിൾ, സോ ദിസ് ഈസ് +5 വോൾട്ടേജ് and this is -5 voltage. It's like this. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വോൾട്ടേജ് ആണ്. ഇനി എന്താണ് ഡയോഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻ പോസിറ്റീവ് സൈക്കിളിൽ പ്ലസ് മൈനസ് ഇങ്ങനെയായിരിക്കും നമുക്ക് ഇരിക്കുക. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. സോ പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് വരിക, നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജ് ഇനീഷ്യലി +5 വോൾട്ടേജ് വരെയാവും. അതിനുശേഷം അത് റിഡ്യൂസ് ചെയ്ത് 0 വോൾട്ടേജിലേക്ക് പോകും. ഓക്കെ, this is positive cycle. In positive cycle, here it is positive, here it is negative, so the diode is in forward bias. Whenever the diode is in forward bias, it will be act as a closed switch, so the current will be try to flow. So നമുക്ക് എങ്ങനെയാണ് ഇൻപുട്ട്
അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടും ഇൻ ഫോർവേഡ് ബയാസിൽ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് പോസിറ്റീവ് സൈക്കിൾ. Okay, so in negative cycle it will be like this, negative and positive. Okay, so what will happen, the diode will be act as a closed switch, then there will be open switch ആയിട്ട് ആക്ട് ചെയ്യും. So there will be no current will be flow through the load resistor, so the output voltage will be 0 voltage. And in the next cycle we will get the positive cycle again. So we will get only the positive cycle, we'll get from the circuit. So it is known as half wave rectifier. ഹാഫ് വേവ് മാത്രം റെക്ടിഫൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് മൈനസ് സൈക്കിൾ മാത്രം മതിയെങ്കിലോ നെഗറ്റീവ് സൈക്കിൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. സോ യു വിൽ ഗെറ്റ് ഓൺലി നെഗറ്റീവ് സൈക്കിൾ. ആൻഡ് നമ്മൾ ഇത് ചെയ്തിട്ട് ഇതിന് ശേഷം എന്താണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് നമ്മൾ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിൽറ്റർ സർക്യൂട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പാസിറ്ററിന് ഇതിന് ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന് ക്രോസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ദ വോൾട്ടേജ് കപ്പാസിറ്റർ വിൽ ബി ചാർജ് അപ് ടു പ്ലസ് VM. കൺസിഡർ ദിസ് വോൾട്ടേജ് ഇസ് +5 വോൾട്ടേജ് ആയതിന് VM മാക്സിമം വോൾട്ടേജ് +5 വോൾട്ടേജ് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ഈ കപ്പാസിറ്റൻസ് കൂടിയ ഒരു കപ്പാസിറ്റർ ആയിരിക്കും ഇങ്ങനെ ഫിൽറ്റർ സർക്യൂട്ടിൽ വയ്ക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് തന്നെ ഓൾമോസ്റ്റ് കാണും. കപ്പാസിറ്റർ പതുക്കെയാണ് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. സോ ഇറ്റ് വിൽ ബി ഡിസ്ചാർജ് ലൈക്ക് ദിസ്. പതുക്കെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് സൈക്കിൾ വന്ന് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? ഒരു ഫിൽട്ടർ സർക്യൂട്ട്, ഒരു കപ്പാസിറ്റർ സർക്യൂട്ടോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടാൻ പോകുന്നത് ചെറിയൊരു വേരിയേഷനുള്ള ഉള്ളൊരു ഇതാണ് കിട്ടാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ DC വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു DC വോൾട്ടേജ് ആയിട്ടാണ് ഡയറക്റ്റ് കറണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജാണ് കിട്ടേണ്ടത്. ബട്ട് ദർ വിൽ ബി എ സ്മോൾ ഇങ്ങനെ കുറയും, ചെറുതായിട്ട് ഡിസ്ചാർജ് ചെയ്യും, ദെൻ അഗെയിൻ ചാർജ് ചെയ്യും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജാണ്. അപ്പോൾ ഫിൽറ്ററോടെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു നല്ല ഡിസൈനുള്ള ഒരു ഫിൽറ്റർ ആണെങ്കിൽ നമുക്ക് പക്ക കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു വോൾട്ടേജ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് സൈക്കിളോടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിൽറ്ററിങ് സാധ്യമല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ AC-നെ DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയോഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിന് മാക്സിമം ഇത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സൈക്കിൾ വെറുതെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് സൈക്കിളിലും എനിക്കൊരു പോസിറ്റീവ് സൈക്കിളായിട്ട് തന്നെയാണ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ എഫക്റ്റീവായിട്ട് ഈ വോൾട്ടേജോടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വോൾട്ടേജിലുള്ള റിപ്പിൾസിൻ്റെ അളവ് കുറവായിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജിലുള്ള ഇങ്ങനെ AC കോമ്പണൻറ്റിനെയാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പിൾസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും നമ്മളൊരു ഫുൾ വേവ് റെക്ടിഫയർ എടുത്താൽ. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഈ റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്, ഇത്രയും ഏരിയയിൽ വോൾട്ടേജ് ഒന്നുമില്ല. അപ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ ആയതിനു ശേഷമാണ് അടുത്ത സൈക്കിൾ വരുന്നത്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിലോ നമുക്ക് ഇവിടെയോടെ സൈക്കിളുണ്ട്. ഇത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത സൈക്കിൾ വന്ന് ചാർജ് ചെയ്തുണ്ടാവും. അപ്പോൾ ആ റിപ്പിൾസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ പ്രോബ്ലംസ് ചോദിച്ചില്ലെങ്കിൽ തന്നെ റിപ്പിൾ ഫാക്ടർ ഒരു റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. എത്രമാത്രം AC കോമ്പണൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഒരു DC നമ്മളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അതിനകത്ത് AC കോമ്പണൻറ്റ്സ് ഉണ്ട്, റിപ്പിൾസ് കോമ്പണൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. സോ റിപ്പിൾ ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ മെഷർ ഓഫ് ദ പ്യൂരിറ്റി of DC output.
എത്രമാത്രം പ്യൂരിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഡയറക്റ്റ് ആയിട്ടുള്ള കറണ്ട് ആണെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, റിപ്പിൾ ഫാക്ടറിന് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VRMS ബൈ VDC. RMS കോമ്പണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്, എ സിയുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് RMS വാല്യൂ ഡിവൈഡഡ് ബൈ VDC. VDC എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ആണ് -1. അപ്പോൾ നമ്മളിവിടെ ഒരു ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെയാണ് അതിൻ്റെ ആവറേജ് വാല്യൂ കിട്ടുകയുള്ളൂ. കാരണം ഈ സൈക്കിളിൽ നമുക്ക് വോൾട്ടേജ് ഇല്ലാത്ത കാരണം വി ആവറേജ് അല്ലെങ്കിൽ VDC ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വോൾട്ടേജാണ് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ VRMS ബൈ VDC ദ ഹോൾ സ്ക്വയർ -1. ഇനി ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VDC ഈസ് ദ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. വാട്ട് ഈസ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്? അത് VDC എങ്ങനെ കാണാൻ പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ് ആണ്. ബേസ് എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം, നമ്മളൊരു AC DC ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുകയുള്ളൂ അല്ലേ. ഇതാണ് ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് 0 to pi, this is pi to 2pi, this is full cycle. So you have to find out the output voltage over full cycle. Output voltage ഇതൊരു sinusoidal signal ആണ്. Consider this voltage is the maximum voltage. So how we can be represent this sinusoid Vm sin omega t, where W is the angular frequency, and so we can be represented as Vm sin omega t, sinusoidal signal, where Vm is the maximum voltage and omega is the angular frequency and t is the time. Okay, so this is the representation of a sinusoidal signal. So output voltage over full cycle, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to 2pi ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 ഇൻറ്റഗ്രൽ Vm sin omega t ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ. Full cycle is integration of Vm sin omega t. എവിടം തൊട്ട് എവിടം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? 0 to 2pi ഇൻറ്റഗ്രേറ്റ് ചെയ്യണം d omega t. ഇവിടെ നമ്മൾ 0 to 2pi ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? 0 to pi വരെ എനിക്ക് സിഗ്നൽ ഉള്ളൂ. 0 to pi വരെയാണ് എനിക്ക് സിഗ്നൽ ഉള്ളൂ. pi to 2pi എന്ന് പറയുന്നത് 0 ആണ്. സോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് 0 to pi വരെ എനിക്ക് സിഗ്നലുണ്ട്. Vm sin omega t തന്നെയുണ്ട്, omega t d omega t ഉണ്ട്. ആൻഡ് pi to 2piയിൽ എനിക്ക് സിഗ്നലൊന്നുമില്ല, 0 d omega t ഉള്ളൂ. സോ ദിസ് ക്യാൻ ബി ക്യാൻസൽ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to pi Vm sin omega d omega t ആണ് ഉള്ളൂ. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ Vm ഈസ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. സൈൻ ഒമേഗ ടിയുടെ ഇൻറ്റഗ്രൽ എടുത്താൽ മൈനസ് കോസ് ഒമേഗ ടി കിട്ടും. ആൻഡ് യു ഹാവ് ടു അപ്ലൈ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്. സോ ഐ ക്യാൻ ടേക്ക് ആൻ മൈനസ് Vm കോമൺ ആൻഡ് കോസ് ഒമേഗ ടി. വാട്ട് ഈസ് കോസ് ഒമേഗ ടി? കോസ് പൈ എന്ന് പറയുന്നത് -1 ആൻഡ് കോസ് 0 ഈസ് 1. So -1. So I got 2Vm. So output voltage average നമ്മുടെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് 2Vm ആണ് നമുക്ക് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ ബേസ് ആണ് DC വോൾട്ടേജ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ് ആണ്. അപ്പോൾ ബേസ് എടുക്കുമ്പോൾ എന്തെടുക്കണം? 0 to 2pi തന്നെ ബേസ് എടുക്കണം. 0 to pi വരെ സിഗ്നൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എൻ്റയർ ഇതെന്ന് പറയുന്ന സൈക്കിൾ എടുക്കുന്നത് 0 to 2pi ആണ്. സോ ബേസ് വിൽ ബി 2pi. സോ വാട്ട് വിൽ ബി ദാറ്റ്? റിപ്പിൾ ഫാക്ടർ, റിപ്പിൾ ഫാക്ടർ അല്ല, നമ്മുടെ DC വാല്യൂ, V ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും? 2Vm by 2pi. ദാറ്റ് മീൻസ് Vm by pi എന്ന് കിട്ടും. ക്ലിയർ? സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. So
VDC. Average value is output voltage over full cycle divided by base, that is 2 Vm by 2 pi, that is nothing but Vm by pi is the VDC. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? റിപ്പിൾ ഫാക്ടറാണ്. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് VRMS by VDC the whole square minus 1 root of VRMS by VDC the whole square minus y ആണ്. ഇനി നമുക്ക് കാണേണ്ടത് RMS വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ DC വാല്യൂ കണ്ടു. RMS വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അതെങ്ങനെ കാണാൻ പറ്റും? 1/2 പൈ സൈക്കിളിലാണ് കാണേണ്ടത്. 0 to 2 പൈയിലെ സിഗ്നലില്ല, 0 to പൈ ഔട്ട്പുട്ട് വോൾട്ടേജ് പൈ വരെയേ ഉള്ളൂ. Vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ VRMS വാല്യൂ. അപ്പോൾ IRMS ആവറേജ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ 1/2 പൈ ഇൻറ്റഗ്രൽ 0 to പൈ Im സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി കാണും. ഓക്കെ, കറണ്ടിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് കാണേണ്ടതെങ്കിൽ. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ 1/2 pi 0 to pi Vm square sin square d omega t, where Vm square is a constant, so I can taken out this value. So that is Vm square by 2 pi 0 to pi sin square omega t നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് cos 2 omega t യുടെ ഫോമുല എഴുതാം. സോ ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. സൈൻ സ്ക്വയർ ഒമേഗ ടീനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, കാരണം എന്താണ്? cos 2 omega t എന്ന് പറയുന്നത് വാട്ട് ഈസ് cos 2 omega t? 2 sin square omega t plus 1 ആണ്. സോ cos 2 omega t sin square omega t നെ 1 minus cos 2 omega t by 2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ root of Vm square by ഈ 2നെ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ 4 pi എന്ന് കിട്ടും. ആൻഡ് ഇൻ്റഗ്രൽ 0 to pi 1 minus cos 2 omega t. ഓക്കെ, സോ ഈ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ഒമേഗ ടി. ഇനി കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് സൈൻ 2 omega t divided by 2. So apply upper limit and lower limit, you will get like this. Okay, so upper limit apply ചെയ്ത് കഴിഞ്ഞാൽ omega t ക്ക് പൈ കൊടുക്കുക. sin 2 pi sin n pi is equal to 0 ആണ്. So that time will cancel. So I will got Vm square by 4 pi minus 0 and 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 minus 0 എന്ന് തന്നെ കിട്ടും. So it will be like this. So this pi and pi will cancel. Root of Vm square by 4, simply VRMS is equal to Vm by 2 എന്ന് കിട്ടും. So I got VRMS value and VDC value. What is ripple factor? Ripple factor is nothing but root of VRMS by VDC the whole square minus 1. What is VRMS value? Is Vm by 2. And what is VDC value? Vm by pi. So Vm by 2 divided by Vm by pi the whole square minus 1. Okay, so this Vm and Vm will cancel and the 2 pi. So I got the ripple factor value as 1.21. This amount of ripples നമ്മുടെ ഡി സിയിലുണ്ടാവും. റിപ്പിൾ 1.21 1-നൊക്കെ മേലെ റിപ്പിൾസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ എ സി കോമ്പണൻസ് ഡി സിയിലുണ്ടെന്നാണ്. അപ്പോൾ റിപ്പിൾ കോമ്പണൻസ് വളരെയേറെ കുറച്ച് വയ്ക്കണമെങ്കിൽ റിപ്പിൾ ഫാക്ടറിൻ്റെ അളവ് വളരെയേറെ കുറവായിരിക്കണം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദി ഹാഫ് വേവ് റെക്ടിഫയർ റിപ്പിൾ ഫാക്ടർ. നമുക്ക് ഈവൻ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണെന്ന്. ഓക്കെ,
അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1.21 ആണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയതാണ്, ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. ഇറ്റ് ഈസ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ 2 ടൈപ്പ് ഉണ്ട്. ബ്രിഡ്ജ് ടൈപ്പ് റെക്ടിഫയർ ഉണ്ട്. നിങ്ങൾ ഇത് ഈവൻ നിങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് ഡെറൈവ് ചെയ്ത്. ഇനി ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഹാഫ് വേവ് പോസിറ്റീവ് സൈക്കിളിനും നെഗറ്റീവ് സൈക്കിളിനും ഇപ്പോൾ 2 സൈക്കിളിലും നമുക്ക് പോസിറ്റീവ് സൈക്കിൾ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കത് 2 രീതിയിൽ ചെയ്യാം. സെൻറ്റർ ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാം. ഓക്കെ, ഐദർ വി ക്യാൻ ഡു സെൻറ്റർ ടാപ്പ് or bridge rectifier or bridge rectifier. ഓക്കെ, അപ്പോൾ സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ എന്താ ചെയ്യാമെന്ന് ജസ്റ്റ് ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ സെൻറ്ററിൽ ഒരു ഇതുണ്ടാവും. ആ സെൻറ്ററിൽ വോൾട്ടേജ് എപ്പോഴും 0 വോൾട്ടേജ്, അത് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ. അപ്പോൾ 3 ടെർമിനലുള്ള സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനൽ D1 കൊടുത്തിരിക്കുകയാണ്, ഒരു ടെർമിനൽ D2 കൊടുത്തിരിക്കുകയാണ്, 2 ഡയോഡ് കൊടുത്തിരിക്കുകയാണ്. സോ ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദിസ് ലോഡ് റെസിസ്റ്റർ. ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഇൻ പോസിറ്റീവ് സൈക്കിൾ എന്താ സംഭവിക്കുക? ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദ പോസിറ്റീവ് സൈക്കിൾ? ലെറ്റ്സ് സീ. Positive cycle, negative cycle, positive cycle. In positive cycle, this voltage will be like this. So this is 0 voltage. So diode D1 is forward bias, D2 is reverse bias. D1 is forward bias, D2 is reverse bias. So what will happen? The diode is D1 is act as a closed switch, D2 act as an open switch. So if D2 act as a closed switch, the current will be flows like this. Current is flows like this. So you will get an output voltage like this in positive cycle. Okay, what happened to the negative cycle? Negative cycle, here it is negative, here it is positive. So diode D2 is in forward bias, D1 is in reverse bias. So the current will be flowing in this direction. Now current will be flowing in this direction. So ഈ ആറിലെ സംബന്ധിച്ചിടത്തോളം കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ തന്നെയാണ്. ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഡയറക്ഷനെയാണ് നമ്മൾ ഈ കറണ്ട് എടുത്തേക്കുന്നത്. സോ പോസിറ്റീവ് സൈക്കിളായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് ഇൻ നെക്സ്റ്റ് സൈക്കിൾ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഓൺലി വി വിൽ ഗെറ്റ് പോസിറ്റീവ് സൈക്കിൾ ഫ്രം ദി റെക്ടിഫയർ സർക്യൂട്ട്. സോ ദിസ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ 2 സൈക്കിളിലും പോസിറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് സൈക്കിളിലും എനിക്ക് പോസിറ്റീവ് സൈക്കിൾസ് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, ഫൈൻ. സോ അത് സാധിക്കുന്നത് നമുക്ക് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ, സെൻറ്റർ ടാപ്പായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി സെൻറ്റർ ടാപ്പല്ല സാധാരണ ഒരു ട്രാൻസ്ഫോമറാണുള്ളതെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയറിൽ എന്താണ് സംഭവിക്കുക? So if I don't have any center tap, here we are having only a step down transformer. Okay, so let I have diode D1, diode D2. So this is D1, this is D2.
and sorry, this is the circuit. So this is D3 and D4. Okay. In positive cycle, we can have both positive and negative cycle. Consider this is in positive cycle. In positive cycle, we know that in diode D1 we can have a positive potential, and D2 ന്റെ ആനോഡിലേക്ക് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വരുന്നത്. D1ന്റെ ആനോഡിലേക്ക് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വരുന്നത്. D2ന്റെ കാഥോഡിലേക്ക് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വരുന്നത്. അപ്പോൾ D2 എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്, ഇറ്റ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. ലൈക്ക് ദിസ് നെഗറ്റീവ് സെല്ല് ഡയോഡ് D3യുടെ പോസിറ്റീവിലേക്കാണ്, ആനോഡിലേക്കാണ് നെഗറ്റീവ് വരുന്നത്. സോ D3 വിൽ നോട്ട് കണ്ടക്ട്. ഡയോഡിൻ്റെ കാഥോഡിലേക്കാണ് നെഗറ്റീവ് വരുന്നത്. സോ D4 വിൽ കണ്ടക്ട്. സോ D1 ആൻഡ് D4 വിൽ ബി കണ്ടക്ട് ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ. സോ okay, D1 and D4 will conduct in forward bias. So it will be act as a closed switch. So there will be a current flow like this. Current flow will complete. So it's flow like this, positive, negative. So the current flow is like this. Okay. So you will get an output voltage across the load resistor. ലോഡ് റെസിസ്റ്ററിന് ക്രോസ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും, പോസിറ്റീവ് സൈക്കിളായിട്ട് കിട്ടും. വാട്ട് ഹാപ്പൻ ടു ദി നെഗറ്റീവ് സൈക്കിൾ? ഇൻ നെഗറ്റീവ് സൈക്കിൾ ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഡയോഡ് D3 ഇൻ ഫോർവേഡ് ബയാസ്, D4 ഇൻ റിവേഴ്സ് ബയാസ്. കാരണം പോസിറ്റീവ് ആനോഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, കാഥോഡിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത് ഈ ഡയോഡിൻ്റെ ആനോഡിലേക്കാണ്. സോ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. ഈ ഡയോഡിൻ്റെ കാഥോഡിലേക്കാണ്. സോ ഇറ്റ് വിൽ കണ്ടക്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഡയോഡ് ഈസ് കണ്ടക്ട്, D3 ഈസ് കണ്ടക്ട്, D2 ഈസ് കണ്ടക്ട്. സോ ദ കറണ്ട് വിൽ ബി ഫ്ലോസ് ലൈക്ക് ദിസ്. കറണ്ട് വിൽ ബി ഫ്ലോസ് ലൈക്ക്. ഓക്കെ. നോക്കുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക, രണ്ടിലും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്ററിൽ, ലോഡ് റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്ലോ രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. സോ യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് സൈക്കിൾ in both cycle. So it will be like this. So in bridge rectifierലും നമുക്ക് ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിൽ തന്നെ ആക്കാൻ പറ്റിയിട്ടുണ്ട്. So that is why the rectification process happening inside a rectifier. ഓക്കെ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ what will be the ripple factor? Ripple factor should be less than 1.21. What will happen in average value എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ കഴിഞ്ഞ കേസിൽ നമ്മൾ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ, ജസ്റ്റ് അതൊരു റീക്യാപ്പ് പോലെ ഞാൻ പറയാം. ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ VDC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ് ആണ് വരുന്നത്. ഇവിടെ പോസിറ്റീവ് സൈക്കിളിൽ മാത്രമേ എനിക്ക് സിഗ്നലുള്ളൂ. 0 to പൈയിൽ മാത്രമേ VM sin omega t കിട്ടിയുള്ളൂ. പൈ ടു 2πയിൽ 0 ആണ് കിട്ടിയത്. ബട്ട് പൈ ടു 2πയിലും എനിക്ക് സിഗ്നലുണ്ട്. സോ എനിക്ക് കിട്ടാൻ പോകുന്ന 2 VM എന്ന് പറയുന്നതിന് പകരം എനിക്ക് കിട്ടാൻ പോകുന്ന 4 VM എന്നാണ് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്, അതായത് DC വാല്യൂ എന്ന് പറയുന്നത് 2 VM by 2π അല്ല വരുന്നത്, 4 VM by 2π ആണ് വരുന്നത്. സോ 2 VM by π ആണ് DC വാല്യൂ. കാരണം ആ DC വാല്യൂവിൻ്റെ ഏകദേശം ഇരട്ടിയായി കിട്ടി DC വാല്യൂ എന്ന് പറയുന്നത്. കാരണം രണ്ട് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്. ഇനി RMS വാല്യൂ എന്ന് പറയുന്നത് 0 to പൈയിലാണ് എടുത്തത്. ബട്ട് 0 to 2πയിലും എനിക്ക് സിഗ്നലുണ്ട്. 0 to പൈയിലും VM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഉണ്ട്. പൈ ടു 2πയിലും മൈനസ് VM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഉണ്ട്. സോ ഐ വിൽ ഗെറ്റ് VM by √2 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനിലേക്കാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ റിപ്പിൾ ഫാക്ടർ കാണുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 0.48 ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഞാനത് ചെയ്തില്ല എന്നേ ഉള്ളൂ. സോ ജസ്റ്റ് ഐ ക്യാൻ റൈറ്റ് ripple factor of full wave rectifier
rectifier is nothing but R is equal to root of VRMS by VDC the whole square minus 1 ആണ്. There VRMS is nothing but Vm by root 2, here we will get, and VDC is nothing but 2 Vm by 5. If we substitute these equations, the ripple factor is, we get 0.482. Okay, നമുക്കറിയാം ഹാഫ് വേവിൻ്റെ എത്രയായിരുന്നു 1.21 ആണ് അതിൻ്റെ റിപ്പിൾസ് ഫാക്ടർ. ദാറ്റ് മീൻസ് റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയറിൽ. ഫുൾ വേവ് റെക്ടിഫയറിൽ റിപ്പിൾസിൻ്റെ അളവ് വളരെ കുറവാണ്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. റിപ്പിൾ ഫാക്ടറിന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിത് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലം വൈസ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതൊരു നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ നെറ്റിൻ്റെ പ്രോബ്ലത്തിൽ ചോദിച്ചതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3, കാൽക്കുലേറ്റ്. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ട്രിപ്പിൾ ഫാക്ടർ കണ്ടുപിടിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അരവിന്ദ്, ഫർസാന, ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് ക്ലാസ്സിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റ് കറണ്ട് ത്രൂ 20 ohm റെസിസ്റ്റർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ് നിങ്ങൾ ചെയ്യിക്കുന്നത്. നിങ്ങളത് ഇതിൻ്റെ ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഐഡിയ അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആക്കണം. ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് കറണ്ട് ത്രൂ 20 ohm റെസിസ്റ്റർ വിത്ത് cut-in voltage of each diode equal to 0.7 volt and forward dynamic resistance of 2 ohm. Okay, ഇതൊരു ബ്രിഡ്ജ് ടൈപ്പ് സർക്യൂട്ടാണ്. can have 5 voltage here. This is the circuit. So we can have diode D1, D2, D3, D4. Okay. Question ഒന്നോടെ വായിക്കുക. Calculate the current through 20 ohm resistor with cut-in voltage of each diode equal to 0.7 voltage and forward dynamic resistance of 2 ohm. Cut-in voltage 0.7 voltage ഉണ്ട്, ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് 2 ohm. എന്താണ് ഈ ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ബയാസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ബട്ട് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റെസിസ്റ്റൻസ് ഒന്നുമില്ല. ബട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. പ്രാക്ടിക്കലി ദർ വിൽ ബി എ ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ്. ഈവൻ അതുകൊണ്ടാണ് അതിന് 2 ohm എന്നൊക്കെ പറയുന്നത്. വളരെ സ്മോളായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും പ്രാക്ടിക്കലി. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേഷനിലും സെക്കൻഡ് അപ്രോക്സിമേഷനിലും നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് അപ്രോക്സിമേഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് വരച്ചത്. ബട്ട് ഇൻ തേർഡ് അപ്രോക്സിമേഷനിൽ വി നോ ദാറ്റ് ദർ വിൽ ബി എ സ്ലോപ്പ്. ഒരു സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പിന് കാരണം നമുക്കൊരു റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ സ്ലോപ്പ് മൂലം ആ സ്ലോപ്പിൻ്റെ റെസിസ്റ്റൻസ് ആണ്, ആ എം ആണ്, ആ സ്ലോപ്പിൻ്റെ എം ആണ് നമ്മൾ ഈ ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
നമുക്കറിയാം സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എം എക്സ് പ്ലസ് സി ആണെന്നറിയാം. ആ എമ്മിൻ്റെ വാല്യൂ ആണ് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് 2 ohm. So in forward bias 2 we can have a 2 ohm resistor here. Here this is 20 ohm resistor. We have to find out the current through the 20 ohm resistor. From this problem we know that diode D2 and D3 is in reverse bias, isn't it? Diode D3 and D2 reverse bias ആണ്. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്. സോ ഡയോഡ് D3 റിവേഴ്സ് ബയാസ് ആണ്. കാരണം ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഡയോഡ് D4 പോസിറ്റീവ് ബയാസ് ആണ്. കാരണം ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഡയോഡ് D1 ഫോർവേഡ് ബയാസ് ആണ്. ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഡയോഡ് D2 റിവേഴ്സ് ബയാസ് ആണ്. ഡയോഡിൻ്റെ നെഗറ്റീവിലേക്കാണ് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഡയോഡ് D2 ആൻഡ് D3 ആർ റിവേഴ്സ് ബയാസ്. സോ ഇറ്റ് ക്യാൻ ബി ഓപ്പൺ സ്വിച്ച് ആയിട്ട്, റിവേഴ്സ് ബയാസിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും. സോ ദീസ് ടു ക്യാൻ ബി ക്യാൻസൽ. ഓൺലി D1 ആൻഡ് D4 ഈസ് ഫോർവേഡ് ബയാസ്. ഇൻ D1 D4 ഫോർവേഡ് ബയാസ് ആകുമ്പോൾ ദർ വിൽ ബി a 2 ohm resistance. So equivalent സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ there will be 2 ohm resistor. ക്ലോസ്ഡ് സ്വിച്ചിൽ 2 ohm resistance ഉണ്ട്. So can having 20 ohm and here also 2 ohm resistor and here it is 5 volt. Okay, so then what will be the current through the 20 ohm? നിങ്ങൾ തന്നെ പറഞ്ഞ കറണ്ട് ത്രൂ ദ 20 ohm എത്രയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. What is the total resistance? 24 ohm, isn't it? അല്ലേ? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ചോ, ഞാൻ ചോദിക്കുമ്പോൾ പറയണേ. ടോട്ടൽ റെസിസ്റ്റൻസ് 24 ohm ആണ്. സോ വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ദ 20 ohm? അതെത്രയാണ്? 5/24. അത് സെറ്റായിട്ടുള്ള ആൻസറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഡയോഡിന് കട്ടിൻ വോൾട്ടേജ് 0.7 വോൾട്ടേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഈ ഡയോഡിന് എല്ലാ ഡയോഡിനും 0.7 വോൾട്ടേജ്. അപ്പോൾ ഈ ഡയോഡ് 0.7 വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ്, ഇവിടെ 0.7 വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഫോർവേഡ് ബയാസ് ആക്കുകയുള്ളൂ. ഓക്കെ, ഡയോഡ് D4ലും 0.7 വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഡയോഡ് D4ഉം ഫോർവേഡ് ബയാസ് ആക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 0.7 വോൾട്ടേജ് ഈ ബാറ്ററിയുടെ സെല്ലിൽ നിന്ന് ഈ D1 ഫോർവേഡ് ബയാസ് ആക്കാൻ എടുത്തു. ഈ D4 ഒരു 0.7 വോൾട്ടേജ് ഈ 5 വോൾട്ടേജിൽ നിന്ന് എടുത്തു. അപ്പോൾ എനിക്ക് ഇനിയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 + 0.7 1.4 വോൾട്ടേജ് ഇതിൽ നിന്ന് സർക്യൂട്ട് ഇത് ഓൾറെഡി ഇതിൽ നിന്ന് ഡ്രോപ്പായി. അപ്പം 5 - 1.4 എന്ന് പറഞ്ഞാൽ 3.6 വോൾട്ടേജാണ് ഇനി എഫക്റ്റീവായിട്ട് എനിക്ക് ഈ സർക്യൂട്ടിലുള്ളൂ. സോ എൻ്റെ ഈ 20 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് I20 ohm എന്ന് പറയുന്നത് 3.6/24 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് 0.15 ആംപിയർ ആണ് ഇതിലൂടെയുള്ള കറണ്ട്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയണം. ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഒരു ഡയോഡിനെ അപ്പോൾ നമ്മളൊരു ബാറ്ററിയുടെ സെല്ല് വെച്ചിട്ട് ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയാസ് ആക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഡയോഡും ഒരു 1 വോൾട്ടേജ് ആയിട്ടുള്ള ഒരു സെല്ലുമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു റെസിസ്റ്റർ 1 ohm റെസിസ്റ്ററിലൂടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എഫക്റ്റീവ്ലി ആ റെസിസ്റ്ററിലൂടെ പോകുന്നതെന്ന് പറയുന്നത് 0.3 വോൾട്ടേജ് ഡ്രോപ്പാണ് ആ ഡയോഡിന് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഞാനത് ഒന്നുകൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ I have a 1 voltage supply here and I have a 1 kilo ohm resistor here and let I have a diode here with a cut-in voltage 0.7 voltage. Cut-in voltage 0.7 voltage എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. സോ ഈ 0.7 വോൾട്ടേജ് ഓൾറെഡി ഇവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എടുത്തു. ഉള്ളി നമുക്ക് 0.3 വോൾട്ടേജ് ഇവിടെ കിട്ടിയുള്ളൂ. ഓക്കെ, സോ ലൈക്ക് ദിസ് 0.7 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് എടുത്തു.
0.7 വോൾട്ടേജ് ഇവിടെയും ഡ്രോപ്പ് ചെയ്തെടുത്തു. ഓക്കെ, 0.7 1.4 വോൾട്ടേജ് ഈ ബാറ്ററിയിൽ നിന്ന് ഓൾറെഡി എടുത്തു. റിമൈനിങ് ആയിട്ടുള്ള 3.6 വോൾട്ടേജ് മാത്രമേ കിട്ടുള്ളൂ. ലൈക്ക് ദിസ്, ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള 0.3 വോൾട്ടേജ് എന്നുള്ള, അപ്പോൾ ഇതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് 0.3 ഡിവൈഡഡ് ബൈ 1 കിലോ ഓമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, യു കനോട്ട് ഗെറ്റ് 1 വോൾട്ട്, കാരണം ഇവിടെ ഒരു 0.7 വോൾട്ടേജ് ഇതിനെ ക്ലോസ് ചെയ്യിപ്പിക്കാനായിട്ട്, ഇതിനെ ഫോർവേഡ് ബയാസ് ആക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഈ ബാറ്ററിയിൽ നിന്ന്. നിങ്ങൾക്ക് ആ ഐഡിയ ക്ലിയർ ആയോ? അരവിന്ദ്, ആ ഐഡിയ ക്ലിയർ ആയോ? ഫർസാന? ഓക്കെ, അപ്പം രശ്മിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയോടെ കാണണം കേട്ടോ. ഈ പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെയോടെ കൺസിഡർ ചെയ്യേണ്ട കഴിയും. ഇപ്പോൾ ഐഡിയൽ കേസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ 0.7 വോൾട്ടേജ് ഒന്നും എടുക്കുന്നില്ല, കട്ടിൻ വോൾട്ടേജ് ഒന്നും നമ്മൾ കൺസിഡർ പോലും ചെയ്യുന്നില്ല. സോ വി ക്യാൻ കൺസിഡർ ആസ് ദിസ് ഈസ് ക്ലോസ്ഡ് സ്വിച്ച്, ദിസ് ഈസ് ക്ലോസ്ഡ് സ്വിച്ച്, ദെൻ വി ക്യാൻ ബി സേസ് ദാറ്റ് the current through the 20 ohm is nothing but 5/20 ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ബട്ട് ഹിയർ ഇറ്റ് ഈസ് കട്ടിൻ വോൾട്ടേജ് 0.7, ഫോർവേഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് 2 ohm പറഞ്ഞുണ്ട്. അത് കാരണം നമുക്ക് ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് പ്രീവിയസ് ഇയർ നെറ്റിൽ ചോദിച്ച ഒരു പ്രോബ്ലമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം ഡയോഡ് വെച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.